കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുക. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 71 സങ്കീർത്തനം അതിൻ്റെ 2-ാമത് വാക്യം. നിൻ്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ, നിൻ്റെ ചെവി എന്നിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഒരു ദൈവഭക്തനായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വെളിപ്പെടേണ്ട വിടുതലിനെ പറ്റി പരാമർശിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഭാഗമാണ് നമ്മളിന്ന് പ്രഭാതത്തിൽ വായിപ്പാൻ തക്കവണ്ണം ഇടവന്നത്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ദൈവം ഉദ്ധരിച്ച് വിടുവിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്ന അനുഗ്രഹീത ഭാഗമാണിത്. എന്തുവാണ് ദൈവത്തിൻ്റെ ഉദ്ധാരണമെന്ന് പറയുന്നത്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ ഒരു കണ്ടീഷൻ പോലെ അല്ലെങ്കിൽ ഒരു കണക്റ്റിംഗ് വേർഡായിട്ട് പറയുന്നൊരു വാചകമുണ്ട്. നിൻ്റെ നീതി നിമിത്തം നീ എന്നെ ഉദ്ധരിക്കണം. ദൈവം നമ്മളെ വിടുവിക്കുന്നതിൻ്റെ കാരണം എന്താണ്, ഇല്ലെങ്കിൽ ദൈവം നമ്മെ എങ്ങനെയാണ് വിടുവിക്കുന്നത്, അതിനുള്ള മാനദണ്ഡം എന്താണ്? അതാണ് ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ഒരു പ്രവൃത്തി ഈ ഉലകത്തിൽ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയോ ഒരു കൂടിവരവിന് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ ഒരു ദേശത്തിന് വേണ്ടിയോ ഒരു രാജ്യത്തിന് വേണ്ടിയോ ദൈവം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് നീതി ഉണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു സന്ദേശം കൈമാറാം. നമ്മുടെ പ്രവൃത്തികൾ നീതിയുള്ളതായിരിക്കണം, അല്ലേ? മറ്റുള്ളവരെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ വിധിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെതിരെ നമ്മുടെ വാക്കുകളോ സംസാരങ്ങളോ വാദഗതികളോ ഉയരുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയുക, അതിനകത്തൊരു നീതി ഉണ്ടായിരിക്കണം. നീതി ഇല്ലെങ്കിലുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ നീതിയോടെ അല്ലാതെയാണ് നമ്മൾ വിധിക്കുന്നതെങ്കിൽ നമ്മുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുകയേയില്ല. ശ്രദ്ധിച്ചോ? നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ആരെങ്കിലും വിധിക്കുന്നത് അനീതിയായിട്ടാണെങ്കിൽ, ചെയ്യാത്ത കുറ്റത്തിന് പറയാത്ത വിഷയങ്ങൾക്ക് നമ്മൾ അനീതിയായിട്ടുള്ള വിധിക്ക് വേണ്ടിയാണ്, ഇല്ലെങ്കിൽ ആ വ്യക്തിയെ ഒഴിവാക്കാൻ, ആ വ്യക്തിയെ പറഞ്ഞു വിടാൻ, ആ വ്യക്തിയെ നശിപ്പിക്കാൻ നമ്മൾ അനീതിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഒരു വിഷയം വരുമ്പോൾ ദൈവത്തിൻ്റെ നീതി നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരത്തില്ല എന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കണം. ഇവിടെയാണ് ദൈവനീതി എന്ന് പറയുന്നൊരു ഭാഗം വെളിപ്പെട്ട് വരുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പലരും പറയുന്നൊരു വാചകമുണ്ട്, കർത്താവേ നിൻ്റെ നീതി എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണം. ഈ ദൈവനീതി എന്താണ്? പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെട്ട് വരുന്നതല്ല, അതിന് കൃത്യമായൊരു അളവുകോല് ദൈവത്തിൻ്റെ ഭാഗത്തുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മൾ മറ്റുള്ളവരെ കണ്ടത്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിച്ചത്, ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് വിധി പറഞ്ഞത്, ഇതൊക്കെ നമ്മുടെ വിഷയത്തിൽ വരുമ്പോൾ ദൈവം മാനദണ്ഡമായി വയ്ക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ നിൻ്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം വന്ന് മരണത്തിൻ്റെ ദൂത് കേട്ട് ഹിസ്കിയാവ് ദൈവത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്, കർത്താവേ ഞാൻ നിൻ്റെ മുമ്പിൽ നിഷ്കളങ്കമായി നടന്നു, നേരുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു, എൻ്റെ ആയുസ്സിനെ ഇപ്പോഴെടുക്കരുത്, അവിടെ നിന്ന് എൻ്റെ ആയുസ്സിനെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് അവിടെയും ദൈവത്തിന് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ട് വരുവാനിടയായി. അതുകൊണ്ട് ദൈവം നമ്മളെ ഉദ്ധരിപ്പാൻ തക്കവണ്ണം ശക്തനാണ്. ആ ഉദ്ധാരണം നടക്കുന്നത് ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ദൈവനീതിക്കായിട്ടും ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തും. എല്ലാം മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.